ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘം നാളെ വിദേശ പര്യടനം ആരംഭിക്കും. 7 സംഘങ്ങൾ 33 രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിലുള്ള രാജ്യങ്ങളെ സന്ദർശിക്കുന്നതിനൊപ്പം തന്നെ 1267 സാങ്ഷൻസ് കമ്മിറ്റിയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നിലപാടും ന്യായവും വിശദീകരണവും കൃത്യമായി ലോകരാജ്യങ്ങളെ ബോധിപ്പിക്കുക, അതിലൂടെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായാണ് സർവകക്ഷി സംഘം നാളെ യാത്ര തിരിക്കുന്നത്. സഞ്ജയ് കുമാർ ഝാ നയിക്കുന്ന ജോൺ ബ്രിട്ടസ് അംഗമായ സംഘം ആദ്യം ജപ്പാനിലെത്തും. ഫോർമലായിട്ടുള്ള നയതന്ത്ര ചാനലിനപ്പുറത്ത് ആ രാജ്യത്തെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, ഇപ്പം അക്കാഡമിക് കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ തിങ്ക് ടാങ്കുകൾ, മാധ്യമങ്ങൾ, സിവിൽ സൊസൈറ്റിയുടെ പ്രതിനിധികൾ, അങ്ങനെ വിസ്തൃതമായിട്ടുള്ള ആശയവിനിമയങ്ങളുടെ ഒരു സാധ്യതയാണ് ഈ ഒരു സന്ദർശനം കൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിക്ക് കീഴിലെ ചൈന ഒഴികെയുള്ള മറ്റു രാജ്യങ്ങളെ കൂടാതെ പാകിസ്ഥാൻ ഒഴികെയുള്ള സ്ഥിരം ക്ഷണിതാക്കൾ ആയിട്ടുള്ള രാജ്യങ്ങളിലും ഇന്ത്യ സന്ദർശിക്കും. UAE ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട OIC, GCC രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. പഹൽഗാമിൽ നടന്നിട്ടുള്ള സംഭവവികാസങ്ങൾ അതിനിടയാക്കുന്ന വിധത്തിൽ പാകിസ്ഥാൻ ചെയ്തിട്ടുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള നീക്കങ്ങൾ, അതിനെ നേരിടാൻ വേണ്ടി ഇന്ത്യ എടുത്തിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമീപനത്തിൽ അതിൻ്റെ കൃത്യത, ഇതെല്ലാം തന്നെ വിശദീകരിക്കുക എന്നുള്ളതാണ്. ശശി തരൂർ നയിക്കുന്ന അമേരിക്കൻ സംഘം വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കയിൽ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ 1267 സാങ്ഷൻസ് കമ്മിറ്റിയെ സംഘം കാണും. അൽ-ഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള ഭീകരവാദ സംഘടനകൾക്കെതിരെ ഉപരോധം നടപ്പാക്കുന്ന കമ്മിറ്റിയാണിത്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളെയും സംഘം കാണുന്നുണ്ട്. സെനറ്റ് അംഗങ്ങൾ, ഹൗസ് പ്രതിനിധികൾ, മുതിർന്ന ഉപദേഷ്ടാക്കൾ, ന്യൂനപക്ഷ നേതാക്കൾ എന്നിവരെയും കാണും. അമേരിക്കയിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മാധ്യമത്തെയും സംഘം അഭിമുഖീകരിക്കും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.